തൃശൂർ കൊടകരയിൽ ദളിത് യുവാവ് അക്ഷയ് കൃഷ്ണനെതിരായ വധശ്രമ കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ അടിയന്തര നടപടിയുമായി ജില്ലാ പോലീസ് മേധാവി. കൊടകര പോലീസിൽ നിന്നും ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാറിന് അന്വേഷണം കൈമാറി. സ്വകാര്യ ആശുപത്രിയുടെയും പോലീസിന്റെയും സഹായത്തോടെ പ്രതി സിദ്ധൻ ഭായ് നേടിയ ജാമ്യം റദ്ദു ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും ഇയാളെ സഹായിച്ച പോലീസുകാർക്കും സ്വകാര്യ ആശുപത്രിക്കുമെതിരെ പ്രത്യേക അന്വേഷണം നടത്തുമെന്നും റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് മലയാളം ഇമ്പാക്ട്. ഏപ്രിൽ 16-ന് കൊടകര ചെറുകുന്ന് സ്വദേശിയായ അക്ഷയ് കൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അട്ടിമറി നടന്നുവെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായതോടുകൂടിയാണ് റൂറൽ SP B കൃഷ്ണകുമാറിന്റെ ഇടപെടൽ. പ്രതിയെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ ആശുപത്രിക്കുമെതിരെ പ്രത്യേക അന്വേഷണം നടത്താനും കൊടകര പോലീസിൽ നിന്നും കേസന്വേഷണം ചാലക്കുടി DYSPക്ക് കൈമാറാനും SP നിർദ്ദേശം നൽകി. കേസ് ഇനി കൊടകരയിൽ നിന്ന് മാറ്റി DYSP കൊണ്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് മാറ്റിട്ടേ, കാരണം സ്റ്റേഷനിൽ നമുക്ക് കുറച്ച് ഭീഷണി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഭീഷണിപ്പെടുത്തി പോലീസുകാരനെ വിളിപ്പിച്ച് ആളെടുത്ത് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ മുന്നിൽ നിന്ന് വിളിച്ചേ. എന്തെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടാവുന്നല്ലോ പറഞ്ഞിട്ടുണ്ടോ പുള്ളിക്കെതിരെ? പുള്ളിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം, അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, വേണ്ട നടപടികൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചാലക്കുടി DYSPക്ക് അന്വേഷണം കൈമാറുമെന്ന് SP പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞത്. അക്ഷയ് കൃഷ്ണന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ കേസിന്റെ ഫയലുകൾ വിളിച്ചുവരുത്തി പരിശോധിച്ച SP പരാതിക്കാരന്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കേസിൽ പുതുതായി ചേർക്കാനും പ്രതിയുടെ ഇടക്കാല ജാമ്യം റദ്ദു ചെയ്യാനുമുള്ള നടപടി സ്വീകരിക്കാനും റൂറൽ പോലീസ് മേധാവി DYSPക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞ SP ഇങ്ങനെയാണ് പറഞ്ഞത്, അവിടെ കേസ് കൊടുത്തിട്ട് ഇവിടുത്തെ ആൾക്കാരെ ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇവിടെ കേസ് കൊടുത്തിട്ട് ആ കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും. പക്ഷെ അവരെന്ത് എടുക്കാതെന്ന് അറിയില്ല. അവരെ വിളിച്ചിട്ട് സംസാരിക്കാം. പിന്നെ അന്ന് തല്ലിച്ച 3 പേരുണ്ട് നാട്ടിലുള്ളവര്, ഒരു ടോണി, റിജു, പിന്നെ ലാലു എന്ന് പറഞ്ഞിട്ടേ. അവരെ വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ പ്രാദേശിക നേതാവായ സിദ്ധൻ ഭായ് കൊലപാതക ശ്രമം നടത്തിയതിന് പിന്നാലെ ഇയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് അക്ഷയെ ഭീഷണിപ്പെടുത്തി പരാതിയില്ലെന്ന് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിരുന്നു. കൃത്രിമ രേഖ ഉപയോഗിച്ച് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിൽ നിന്നും ജാമ്യം നേടിയ പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനും അപേക്ഷ നൽകി. സിദ്ധന്റെ ബന്ധുക്കൾ ചേർന്ന് കൊടകര ശാന്തി ആശുപത്രിയെ സ്വാധീനിച്ച് ബൈക്ക് അപകടത്തിലാണ് അക്ഷയ്ക്ക് പരിക്കേറ്റതെന്ന വ്യാജരേഖയും ഇതിനിടയിലുണ്ടാക്കി. യുവാവിന് പരിക്കേറ്റത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റുകൾ മറച്ചുപിടിച്ച് ശാന്തി ആശുപത്രിയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഹാജരാക്കിയത്. ഇക്കാര്യങ്ങളിൽ പ്രതിയെ സഹായിക്കാൻ കൊടകര പോലീസ് കൂടി ഇടപെട്ടുവെന്ന് വ്യക്തമായതോടെയാണ് കേസിൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകാനും ജില്ലാ പോലീസ് മേധാവി ചാലക്കുടി DYSPക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.